ഓക്കെ, അപ്പം ആ ഒരു കവറിലുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ 2 കവറിലുള്ള ഡ്രസ്സാണ്. ഇതിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു അബവ് 1 ഇയറിലുള്ള ഡ്രസ്സ് മാത്രമേ ഇതിലുള്ളൂ എന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ചെറിയ ഡ്രസ്സ് അതിലായിപ്പോയെങ്കിലോ അത് എടുത്ത് വെക്കാമല്ലോ. അപ്പം നമുക്ക് ഈ ഒരു കവറിലുള്ള ഡ്രസ്സ് നോക്കാം. ഓക്കെ, ഈ കവറിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഇത്രയും വലിയ റോംബറാണ്. എനിക്ക് തോന്നിയത് ആക്ച്വലി എന്താ 1 ഇയർ എബവ് 2 ഇയർ എബവ് ഉള്ള കുട്ടികൾക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും വലുതാണ്. പക്ഷെ 1 ഇയറൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇടുമെന്ന് അറിയില്ല. ബട്ട് നമുക്ക് ഉറങ്ങുന്ന സമയത്തും അങ്ങനെയൊക്കെ ഡെയിലി വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, നല്ല വിൻ്ററിനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രസ്സാണേ ആ ഒരു റോംബർ. പിന്നെ വന്നിട്ടുള്ളത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ ഒരു ഫ്രോക്ക്, ഇത് വലിയ ഫ്രോക്കാണ്. കണ്ടോ, താഴിലിങ്ങനെ ഒരു ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ക്യൂട്ട് ഫ്രോക്കാണ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അബവ് 1 ഇയറുള്ള കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ടൈപ്പാണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് സെയിം ടൈപ്പ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതിൽ ഇങ്ങനത്തെ കുറേ റോംബേഴ്സ് അവൾക്കുണ്ട്. ഈ കവറിൽ ഇങ്ങനത്തെ കുറച്ച് റോംബേഴ്സ് അവൾക്കുണ്ട്. ഇതും വലുതാണ്. കണ്ടോ, നിങ്ങൾക്കിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും അവൾക്കിപ്പോൾ ഇടാൻ പറ്റേയില്ല, ഭയങ്കര വലുതാണ്. അങ്ങനെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ആക്ച്വലി ചെറിയ പാൻറ്റാണല്ലോ. ഇതിൻ്റെ പേരാണ്, അത് മാറ്റി വെക്കാം. ഇത് ഇതിൻ്റെ ഒരു പേരാണ്. ഈ ഒരു ചെറിയൊരു പാൻറ്റ് നോക്കാം. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പും. എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിൻ്റെ പാൻറ്റ് തന്നെയാണ് തോന്നുന്നത്. ഇങ്ങനൊരു പെയറാണെന്ന് തോന്നുന്നു. ഇത് എക്സലാണ് സൈസ്. ഇത് കുറച്ച് വലുതാണ്. കണ്ടോ, ഇതാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു പാൻറ്റും ഈ ഒരു ടോപ്പ് ഇതും വലുതാണ്. പിന്നെ വന്നിട്ടുള്ളത് അയ്യോ ഇത് ചെറുതാണല്ലോ. ഇതിൻ്റെ ഇങ്ങനെയുള്ള സംഭവമേ കാണുന്നുള്ളൂ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഓക്കെ, ഇതിങ്ങനെ ക്രോസ് ആയിട്ട് ഇടുന്ന ടൈപ്പാന്ന് തോന്നുന്നു. ബട്ട് അതിൻ്റെ ബനിയൻ ഇതിൽ കാണുന്നില്ല. നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റും സെയിം സംഭവമാണ്. അല്ല, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഇന്നർ. ഓക്കെ, ഈ ഒരു ഇന്നറൊക്കെ ഇവക്കിപ്പം ഇടാൻ പറ്റും, ചെറുതാണ്. പക്ഷെ ഇങ്ങനെ ഈ ഒരു പേര് വരുമ്പോൾ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര വലുതാണ്. കണ്ടോ, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര വലുതാണ്, ഭയങ്കര വലുതാണ്. ഞാനിനി കുറച്ച് സ്പീഡാക്കാം, കാരണം എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയമായി. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയിട്ട് ഇരുന്നിട്ടുള്ള സമയത്ത് ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇതാണ് മിക്കി മൗസിൻ്റെ ആ ഒരു ഫ്രോക്ക്. പിന്നെ ഇതിന് ഹെയർ ബാൻഡ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹെയർ ബാൻഡ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഹെയർ ബാൻഡ് കാണുന്നുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതൊരു മിക്കി മൗസിൻ്റെ റോംബറാണ്, വലുത്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇതൊന്നും അവൾക്ക് ഇപ്പം ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, അതാണ് സങ്കടം. ഈ ഒരു റോംബേഴ്സൊക്കെ ഇപ്പം നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്കൊന്ന് കവറായി കിട്ടുമല്ലോ രാത്രി ഉറങ്ങുന്ന ടൈമൊക്കെ. ഇതും വലുതാണ്. പിന്നെന്താ, പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കാണ്. ഇത് കുറച്ച് ഹെവി ടൈപ്പാണ്. അല്ല, നെറ്റൊക്കെ വന്നിട്ടുള്ള കണ്ടോ, നെറ്റൊക്കെ വന്നിട്ട് കുറച്ച് ഹെവി ടൈപ്പാണ്. വലിയൊരു ഫ്രോക്ക്. പിന്നെന്താ, ഈ ഒരു കോട്ടും കാണുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് കാണുന്നില്ല, അതാണ് ഞാൻ നോക്കുന്നത്. നോക്കാം നമുക്ക്. ഇങ്ങനൊരു കോട്ട് കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് എന്താ, ഇതും ഒരു
റോംബറാണ്. ലൈക്ക് റോംബർ മീൻസ് എന്താ പറയുക, ഒരു ഹാഫ് റോംബർ കണ്ടോ. പക്ഷെ അവർക്കിത് ഫുള്ളായിരിക്കും. പക്ഷെ ഇതിന് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനൊരു റോംബർ മാത്രമാണ് കാണുന്നത്. ഇത് ഭയങ്കര വലുതാണേ. പക്ഷെ ഇതൊക്കെ ഇവിടെ എടുത്ത് വെക്കാം. ഓക്കെ, ചിലപ്പം റോംബറൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നേരത്തെ ഞാൻ ഒരു പാൻറ് കാണിച്ചില്ലേ, അതിൻ്റെ പേര് ഇതാണ്. അതല്ല, ഇതാണ് അതിൻ്റെ പേര് കണ്ടോ. ഈ ഒരു ടോപ്പാണ്. ഓക്കെ, ഇതും അങ്ങനെ തന്നെ. ഇതും 18 മന്താണ്. ഇതും വലുതാണ് അവർക്ക്. അതാണ് നെക്സ്റ്റ് പേര് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനൊരു ട്രൗസർ കാണുന്നുണ്ട്. ഇതിൻ്റെയും പേര് മിസ്സിങ് ആണ്. നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷർട്ടാണ്. ജീൻസ് ടൈപ്പ് ഷർട്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 18 മന്തുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയതാണ്. അപ്പം അവൾ കുറച്ച് തടിച്ചിട്ടുണ്ടെങ്കിൽ അബവ് 1 ഇയറിൽ നമുക്ക് ഇടാൻ പറ്റും. അപ്പം ഇതും അടിപൊളി ഷർട്ട്. പിന്നെന്താ, പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി, എനിക്ക് തോന്നുന്നു ഇത് 4 വയസ്സായാലൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഡ്രസ്സ് വലുതാണേ. എനിക്ക് തോന്നുന്നു അബൌ 2 ഇയേഴ്സിലൊക്കെ ഇത് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് നെക്സ്റ്റ് വലുത്. പിന്നെന്താ, യെസ്, ഇങ്ങനെ കുറേ കോട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ബനിയൻ്റെ ഒപ്പം മാച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയതായിരിക്കും. ഞാനിങ്ങനെ ചില ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കേണ്ടതാണോ എന്നറിയില്ലല്ലോ. അങ്ങനെ ഇപ്പം നോക്കുമ്പോഴാണ് അതിൻ്റെ മിസ്സിങ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫ്രോക്കിങ്ങാണ്. ഈ ഒരു ടൈപ്പ് ഫ്രോക്ക് കണ്ടോ. ഇതും ആക്ച്വലി വലുതാണ് അവർക്ക്. ഓക്കെ, ഇതും നമുക്ക് ഇവിടെ വെക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഫ്രോക്കാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്. ഫ്രോക്ക് ടൈപ്പും പാർട്ടി വെയർസ് ടൈപ്പും കുറേ അവർക്കുണ്ട്. പാർട്ടി വെയർസ് ഉണ്ട് കുറേ, പക്ഷെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം വീഡിയോ കുറേ ലാഗായി പോകും. അപ്പോൾ ഞാൻ ഈ കുറച്ച് ഞാൻ എടുത്തു വെച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഫ്രോക്ക്. ഇതും ആക്ച്വലി വെൽ തന്നെയാണ്. ഓക്കെ, പിന്നെന്താ, ഇത് ടൈപ്പ് റോംബറാണേ. വലുത് കണ്ടോ, നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇതൊക്കെ എനിക്കിടാൻ പറ്റും ഗൈസ്, അത്രക്ക് വലുതാണ്. ശരി, ഇത് 24 months. യെസ്, ഇതും അബൌട്ട് 2 ഇയേഴ്സ് ഉള്ള കുട്ടിയൊക്കെ ഇടാൻ പറ്റിയതാണ്. ഓക്കെ, അതായി. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഹെയർ ബാൻഡാണ് കേട്ടോ. ഇത് ഈ ഒരു റോംബറിൻ്റെ ഇത് കണ്ടോ. ഇത് നല്ല റോംബറാണ്, നല്ല ടൈപ്പ്. ഇതാണെന്ന് തോന്നുന്നു ഫ്രണ്ട് അല്ലേ. ഇതാണ് ഫ്രണ്ട്. ഓക്കെ, ഇതാണ് ഫ്രണ്ട് കണ്ടോ. നല്ലൊരു പീച്ച് കളറിൽ നല്ല രസമുണ്ട്. ഇത് 9 month ഉള്ള കുട്ടിക്ക് ഇടാന്നാണ് പറയുന്നത്. ബട്ട് ഇത് കുറച്ച് വലുതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് വലുതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരായിട്ട് വരുന്ന ഹെയർ ബാൻഡാണ് ഇത്, പോട്ടെ. ഓക്കെ, അതും നൈസ്, വെരി നൈസ്, നല്ല രസമുണ്ട്. ഓക്കെ, ഇനി വരുന്നത് അയ്യോ, ഇത് നല്ല രസമുണ്ട്. ക്യൂട്ടായിട്ടുള്ള നമ്മളിപ്പോൾ ഇടുന്നില്ലേ കോഡ് സെറ്റ്, അതൊക്കെ പോലെ ഇങ്ങനെ ഇവിടെ താഴെ കണ്ടോ നമുക്കിങ്ങനെ ടൈ ചെയ്യാൻ പറ്റും കണ്ടോ. ടൈ ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് ഇങ്ങനെ ഒരു പാവാട, വെരി നൈസ്. പക്ഷെ ഇത് വലുതാണ്, ഭയങ്കര വലുതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേലെ ഇത് 4 to 5 years ആണ്. ബട്ട് സ്റ്റിൽ 4 to 5 years ആവണ്ടെന്ന് തോന്നുന്നു. അതിന് മുന്നേ ഇട്ട് കൊടുക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് എടുത്ത് വെക്കാം. നല്ല നല്ല ക്ലോത്ത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഈ ഒരു കവറിൽ ഇനി ഇതും കൂടെ ഉള്ളൂ. ഇതും ആ ടൈപ്പ് റോംബർ തന്നെയാണ് കണ്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള റോംബർ. ഇത് കുറച്ച് ചെറുതാണ്, ബട്ട് സ്റ്റിൽ അബവ് 1 year ഉള്ള കുട്ടിയൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ്. ഇതൊക്കെ
മനസ്സിലാവും 1 year above കുട്ടിയൊക്കെ. അപ്പം ഇത് ഇത്രയാണ് ഈ ഒരു കവറിലുള്ളത്. അപ്പം ഇത് നമുക്ക് തിരിച്ചു വെക്കാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവർക്കായി തന്നെ ഒരു കബേർഡ് സെറ്റ് ചെയ്യാം. ഈ ഒരു വാർഡ്രോബിൽ എന്തായാലും ഇത്രയും ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇല്ല. ചെറിയൊരു വാർഡ്രോബിൾ ജനിച്ച സമയത്ത് ഞാൻ വാങ്ങിയതായിരുന്നു അത്. ഇപ്പോൾ കുറച്ച് 1 year ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കായി തന്നെ ഒരു നമ്മളെ കബേർഡ് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അവർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവറിലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കവറിൽ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു കവർ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവറിൽ ഫുൾ ആയിട്ട് വരുന്നത് സ്വെറ്റർ ടൈപ്പാണെന്ന് തോന്നുന്നു. സ്വെറ്റേഴ്സ് മാത്രമായിട്ട് കുറച്ച് വേറെയും ഡ്രസ്സ് ഉണ്ട്, എന്നാലും ഞാൻ കാണിച്ചിടാം. ഈ ഒരു പാൻറ്റ് കണ്ടോ, സ്വെറ്റർ പാൻറ്റാണ് ഇത്. ഇങ്ങനെ പോക്കറ്റൊക്കെ ആയിട്ട് വരുന്ന കണ്ടോ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് മനാലിയോ ഊട്ടിയോ കാശ്മീരോ അങ്ങനെ പോകുന്ന സമയത്ത് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും ഇത് ഇട്ട് കൊടുത്തിനെങ്കിൽ അവൾ കാലിന് എന്താ പറയുക അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഒരു സ്വെറ്റർ കണ്ടോ, ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വേറെ പേരുണ്ട്. ലൈക്ക് ഇങ്ങനൊരു ടീഷർട്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ. വെരി ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്വെറ്റർ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സിൽ ഗിഫ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ ക്യാപ്പൊക്കെ ആയിട്ട് വെരി നൈസ് സ്വെറ്റർ. ഇത് സ്വെറ്റേഴ്സൊക്കെ നമുക്ക് എല്ലാ ഏജിലും ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എടുത്തു വെക്കാം. ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ ഇത് ഉപകാരപ്പെടുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് ഇതും ഒരു സ്വെറ്ററാണ്. ഇത് ഭയങ്കര തിക്ക് സ്വെറ്ററാണ്. നമ്മൾ ഭയങ്കര മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ടൈപ്പ് വെരി നൈസ്. ഇതിനും ക്യാപ്പ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു സംഭവം. ഇത് ഇങ്ങനെ ബട്ടണാണ് വരുന്നത്. 2 ബട്ടൺ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ടൈറ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെയുണ്ട് ബട്ടൺ. കാണുന്നുണ്ടോയെന്നറിയില്ല, കണ്ടോ. നമുക്ക് ടൈറ്റൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെയും ബട്ടൺ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നൈസ് ക്യൂട്ട് സ്വെറ്റർ കണ്ടോ. അത് ഇനെന്താ ഇത് ഞാൻ അവക്ക് ബാംഗ്ലൂരിൽ പോയ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഉമ്മ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. ഇത് ചെറുതാണ്, ചെറിയ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ ടൈപ്പ്. ഇങ്ങനെ ഒരു ചെറിയൊരു റോംബർ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പാൻറ്റും ഇങ്ങനെ ഒരു ക്യാപ്പൊക്കെ ആയിട്ടുള്ള സെയിം സാധനം സ്വെറ്റർ തന്നെ കണ്ടോ. ചെറുതാണ്. ഇപ്പോൾ അവൾക്ക് ഈ ഒരു പ്രായത്തിൽ അവൾക്ക് ഇതിടാൻ പറ്റും, ഇല്ലെങ്കിൽ അവൾക്കിത് ടൈറ്റ് ആവും എന്തായാലും. ഇനിയിപ്പം ഇതിടാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ എവിടെയും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത പെയർ വന്നിട്ടുള്ള സ്വെറ്റർ ഞാൻ കാണിച്ചത്. ഇങ്ങനൊരു ഷർട്ട് മോഡലും ഇങ്ങനൊരു പാൻറ് തന്നെ കണ്ടോ. ഇങ്ങനൊരു വലിയ പാൻറ്റും അതുപോലെ തന്നെ ഇങ്ങനൊരു സ്വെറ്ററും ഷർട്ട് ടൈപ്പും. ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അത്രയാണുള്ളത്. പിന്നെന്താ ഓക്കെ, അത്രയും സ്വെറ്റേഴ്സ് ഉള്ളൂ. പിന്നൊക്കെ കാഷ്വൽ വേഴ്സ് ആണ്. ഈ ഒരു ടോപ്പ് ഈ ഒരു ഫ്രോക്ക് കണ്ടോ, നൈസ് ഫ്രോക്കാണ് ഇത്. ആക്ച്വലി ഇതും കുറച്ച് വലുതാണ് അവർക്ക്. ഇതെടുത്ത് വെക്കാം. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടീഷർട്ടും ഈ ഒരു പാൻറ്റും കണ്ടോ, പെയറായിട്ട് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെന്താ പിന്നെ ഈ ഒരു റോംബർ. ഇത് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ. ഇത് ചെറുതാണ്. ഇത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതും അതിനൊരു ഇങ്ങനെ കെട്ടുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, അതാണ് വെക്കട്ടെ. പിന്നെ ഒരു പെയർ പാൻറ്റ് കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തൊന്നുമില്ല. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു കവറിലുള്ളത് ഗൈസ്. അപ്പം ഇത്രയാണ് നമ്മളെ ഡ്രസ് കളക്ഷൻ വീഡിയോ. അപ്പോൾ ഇത്രയും ഡ്രസ്സ് നമ്മൾ നോക്കിയതിൽ നമുക്ക് ഇത്രയും ഡ്രസ്സസ്സാണ്
കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അവൾക്ക് ഇടാൻ പറ്റിയ രീതിയിലുള്ളത്. അപ്പോൾ അത് ഇട്ടെടുത്ത് നോക്കിയിട്ട് നമുക്കത് അവൾക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ഡ്രസ് കളക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടിട്ട വീഡിയോയിൽ 1K വ്യൂസ് ആയിട്ടുണ്ട് വിത്തിൻ 1 ഡേ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. 1K വ്യൂസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ.